യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുമെന്ന് അറിയുന്നു. രാഹുലിനെതിരെ മുൻപ് വന്ന പരാതികൾ PD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്സാരമായി കണ്ടുവെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. SKN ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി അന്വേഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം. അതിനിടയിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. സംഘടനാപരമായ നടപടി മതി, അത് സ്വീകരിച്ചിട്ടുണ്ട്. രാജി ചോദിച്ചു വാങ്ങിയതാണ്. അതിനപ്പുറത്തേക്ക് MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ട സാഹചര്യമില്ല. നേരത്തെ M മുകേഷ് MLAക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ വന്നപ്പോൾ CPIM സ്വീകരിച്ച നിലപാട് ഈ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ആരോപണ വിധേയനായ ആൾ തിരികെ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് തിരികെ എത്തിയാൽ വീണ്ടും MLA സ്ഥാനം എടുക്കാൻ കഴിയില്ല. അതേസമയം സംഘടനാ നടപടിയാണെങ്കിൽ വീണ്ടും ആ സ്ഥാനമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെ വന്ന MLA വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ, പ്രത്യേകിച്ചും പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം ഈ പരാതികൾ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. അത് പാർട്ടിക്ക് മുൻപിൽ വന്ന പരാതികളും അതല്ലാതെ മാധ്യമങ്ങളിലൂടെ വന്ന പരാതികളും എല്ലാം അന്വേഷിക്കാൻ ഒരു സമിതിയെ തീരുമാനിക്കാനാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകും ആ സമിതി നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമേ ഒരുപക്ഷെ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പാർട്ടി ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുക.